എന്താടി നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലടി. അയാൾ എന്താ നിന്നോട് പറഞ്ഞേ? അപ്പൊ എന്ത് പറയാൻ? അല്ല, എന്നെ മാത്രം മാറ്റി നിർത്തിയത് നിന്നെ വിളിച്ചിട്ട് അയാൾ എന്ത് രഹസ്യ പറഞ്ഞത്? അതിനെ ഈ റൂമിനെ കുറിച്ച് സംസാരിച്ചതാ? അല്ല, അയാൾ അതല്ല നിന്നോട് പറഞ്ഞത്. എന്നോട് പറ, എന്തായാലും നിന്നോട് പറഞ്ഞത്? എടി ഒന്നുമില്ലടി, ഈ റൂമിനെ കുറിച്ച് സംസാരിച്ചതാ. റൂമിനെ കുറിച്ച് സംസാരിക്കുന്നതില് എന്നെ എന്തിനാ മാറ്റി നിർത്തിയത്? അത് മൊത്തം ഇംഗ്ലീഷ് ആയിരുന്നു, അതുകൊണ്ടാണ് നിന്നെ മാറ്റി നിർത്തിയത്. ചുമ്മാ ചുമ്മാ എന്നെ പറ്റിക്കാതടി. അയാള് രാമനെ കുറിച്ചിട്ടല്ലേ സംസാരിച്ചത്? അപ്പൊ രാമനെ കുറിച്ചിട്ടോ? രാമനെ കുറിച്ചിട്ട് അയാൾക്ക് എന്തറിയാനാ? അയാൾക്കറിയാം, അയാൾക്കെല്ലാം അറിയാം രാമനെ കുറിച്ചിട്ട്. അയാള് രാമനെ കുറിച്ച് എന്തോ കാര്യമായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ നീ അത് എല്ലാം മറച്ചു വെക്കുക അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ലടി. നീ നീ വേണ്ട തുറന്ന് ചിന്തിക്കണ്ട. അല്ല, എനിക്കറിയണം. എന്നോട് പറ, അയാൾ എന്താണ് നിന്നോട് പറഞ്ഞത്? എന്റെ രാമൻ എന്തെങ്കിലും സംഭവിച്ചോ? നീ പറ, എന്റെ രാമൻ എന്തെങ്കിലും സംഭവിച്ചോ? ഹേയ് ഒന്ന് നിർത്തടി. നീ കാട് കയറി വരാൻ ചിന്തിക്കാതെ. എടി എനിക്ക് പേടിയാന്നടി. എന്റെ രാമൻ ജീവനോടുണ്ടോ? അയാൾ എന്താണ് നിന്നോട് പറഞ്ഞത്? രാമൻ ജീവനോടൊക്കെ ഉണ്ട്. എവിടെയാ എന്റെ രാമൻ? അയാൾ എന്താ പറഞ്ഞത്? നീ ഒന്ന് തെളിച്ച് പറയടി. അതെ, നീ ഊഹിച്ചത് സത്യമാണ്. എന്താടി? അയാൾ എന്നോട് വന്ന് പറഞ്ഞത് രാമനെ കുറിച്ച് തന്നെയാണ്. എന്താ എന്താ എന്നാൽ അയാൾ പറഞ്ഞത്? അതെനിക്കിപ്പോ നിന്നോട് പറയാൻ സാധ്യമല്ല. എടി, എനിക്കൊന്നു മാത്രം അറിഞ്ഞാ മതി. എന്താ? രാമന് ഒരു ആപത്ത് സംഭവിച്ചിട്ടില്ലല്ലോ? ഇല്ല, രാമൻ സുരക്ഷിതമായി ജീവനോട് കൂടിയുണ്ട്. ഔ, എനിക്കത് മാത്രം കേട്ടാ മതിയടി. ഷോ, പാവം ഉണ്ടാവും ഇവള്. എടി, എന്നാ ഞാൻ ഈ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റട്ടോ കേട്ടോ? ആടി, നീ മാറ്റിട്ട് വാ. നാളെ രാമനെ കാണാൻ പോകുമ്പോ ഞാൻ ഈ വസ്ത്രം തന്നെ ഇടുക. അയ്യേ, അതിന്ന് രാവിലെ മുതൽ ഈ നേരം വരെ ഈ സാരി തന്നെയല്ലേ നീ ഉടുത്തത്? അപ്പൊ മുഷിഞ്ഞിട്ടുണ്ടാവില്ലേ? ഏയ് ഇല്ലടി, രാമന് ഒത്തിരി ഇഷ്ടാ ഞാൻ ഈ സാരി ഉടുക്കുന്നത്. രാമൻ എന്നെ കാണുമ്പോ ഈ സാരിയിൽ തന്നെ കാണണം, അതാണ് എന്റെ ആഗ്രഹം. ഷോ, ഇവളോട് ഞാൻ എങ്ങനെയാ സത്യം പറയാ? എന്നാ ഞാന് വസ്ത്രം മാറിയിട്ട് വരാട്ടോ. ശരി, നീ മാറിയിട്ട് വാ. അല്ലടി, നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടി? ചോദിച്ചോ. നീ എന്തിനാ നേരത്തെ എന്നോട് കള്ളം പറഞ്ഞത്? കള്ളോ? എന്ത് കള്ളം? അത് വേറൊന്നുമില്ല, അയാള് രാമനെ കുറിച്ച് തന്നെയാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. അത് നിന്നോട് ഞാൻ കുത്തി ചോദിച്ചപ്പോഴല്ലേ നീ സത്യം പറഞ്ഞത്. നീ എന്തിനാ ആദ്യം കള്ളം പറഞ്ഞത് എന്നോട്? എടി, രാമന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലടി, രാമന് പ്രശ്നമൊന്നുമില്ല. ശരി ശരി, എന്നാ ഞാന് വസ്ത്രം മാറിയിട്ട് ഇപ്പൊ തന്നെ കിടക്കാൻ വരാട്ടോ. നാളെ രാവിലെ തന്നെ നമുക്ക് രാമന്റെ വീട്ടിലേക്ക് പോകണം. ഞാൻ കാത്തിരിക്കുന്ന മുഹൂർത്തല്ലേടി അത്. ഒരു മാസത്തിന് ശേഷം ഞാൻ രാമനെ കാണാൻ പോവാ. എനിക്ക് ഇപ്പൊ തന്നെ ആലോചിച്ചിട്ട് ഏതാ ചെയ്യേണ്ടെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലടി. നീ എന്താടി എന്ത് ചോദിച്ചാലും മാത്രം പറയുന്നത്? ഏയ്, അത് പിന്നെ എനിക്ക് വല്ലാണ്ട് ഉറക്കം വരുന്നു, അതുകൊണ്ടാ. ആടി, എന്നാ നീ കിടന്നോ, ഞാന് മേല് കഴുകിയിട്ട് വരാട്ടോ. ശരി. പാവുണ്ടാവും സുഭദ്ര. ഇവളോട് ഞാൻ എങ്ങനെയാ സത്യം പറയാ? അവളോടൊപ്പം ഞാൻ ആ സത്യം പറഞ്ഞാല് അവൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അത്രയും അവനെ അന്ധമായി വിശ്വസിച്ചു കഴിഞ്ഞു. അവള് എല്ലാം നേരിട്ട് കാണട്ടെ, എന്നിട്ടാ വിശ്വസിക്കട്ടെ. അവള് കണ്ണ് കാണുമ്പോ അവളത് വിശ്വസിച്ചോളൂ. പക്ഷേ ഈശ്വര, അവള് ഗർഭിണിയാണ്. ഈശ്വര, അവൾ ആകെ തകർന്നപ്പോ നാളത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എത്തും വീടും കിട്ടുന്നില്ല. എടി രാധ, എടി രാധ, നീ വന്നോ? അതെടി, നീ എന്താ ചിന്തിച്ചു കൂട്ടുന്നേ? ഒന്നുമില്ല. എടി, നാളെ വരെ ഒന്ന് കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല. എന്താ അയാള് രാമനെ കുറിച്ച് നിന്നോട് പറഞ്ഞു തന്നത്? ഒന്നുമില്ലടി, അയാൾ എന്ത് പറയാനാ? അല്ല, അയാളെന്തോ കാര്യമായി മോശമായി രാമനെ കുറിച്ച് എന്തോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നേ? നീ പറയടി, എന്താ രാമനെ കുറിച്ച് പറഞ്ഞത്? രാമന്റെ വീട്ടിലേക്കുള്ള മേൽവിലാസം പറഞ്ഞു തന്നാടി. അല്ല, അയാൾ അതല്ല പറഞ്ഞത്. നീ പറ, നേരം വെളുക്കുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. നീ ഇപ്പൊ തന്നെ പറ. സുഭദ്ര, നീ കളിക്കല്ലേ, ഞാൻ കിടക്കാൻ പോവാ. എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ. വേണ്ട രാധ, നീ കിടക്കണ്ട. നീ എന്നോട് പറ. രാധ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. സുഭദ്ര, നീ ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കാതെ. രാധ, നീ പറ, രാമൻ എവിടെയാ? രാമൻ എന്താ സംഭവിച്ചത്? രാമനെ കുറിച്ച് അയാൾ എന്താ നിന്നോട് പറഞ്ഞത്? എനിക്കറിയണം.
നിനക്ക് നന്നായി തരാം. ഞാൻ രാമനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്, എന്റെ ജീവനെക്കാളേറെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ രാമനെ കുറിച്ച് അയാൾ അയാൾ എന്താ നിന്നോട് പറഞ്ഞു തന്നത്? അതിനുശേഷം നിന്റെ മുഖം വല്ലാതിരിക്കുന്നു. എടി ഒന്നുമില്ലടി, നീ ഒന്ന് കൂളാവ്, നീ കിടക്ക്. നമുക്ക് നാളെ രാവിലെ തന്നെ രാമന്റെ വീട്ടിൽ പോവാം. എന്തിനാടി നീ എന്നെ എങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നേ? നിനക്കല്ലടി പരീക്ഷണം, എനിക്ക് എന്റെ നെഞ്ചിനുള്ളിൽ തീ ആളിക്കത്തുകയാണ്. എന്താ എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ല, നീ വന്ന് കിടക്കാൻ നോക്ക്, സമയം ഒത്തിരി ലേറ്റായി. എടി രാധ, വാ. നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? ആടി നടക്ക്. എടി എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? ആടി കൊള്ളാം. നീ ചുമ്മാ പറയല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്നെ കാണാൻ. ഇല്ലടി, നല്ല സുന്ദരിയായിട്ടുണ്ട്. ആ, ഇപ്പൊ എനിക്ക് സമാധാനായി. രാമന് എന്നെ കാണുമ്പോ സന്തോഷാവില്ലേ? ആ ആവും. ആ, എനിക്കത് കേട്ടാ മതി. വാ, എന്നാ നമുക്ക് പോവാം. നടക്ക് നീ. അല്ലടി, ഒരുപാട് ദൂരം ഉണ്ടോ ഇവിടുന്ന്? ഇല്ലടി, കുറച്ചുകൂടി നടന്നാ രാമന്റെ വീടെത്തും. ആ ശരിയടി. രാധ, എടി രാധ, എടി നിന്നെയാണ് ഞാൻ വിളിക്കുന്നേ. ആടി പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ആ, തേക്കടില്ല. ഓ, കാട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് വരുമ്പോ ഓരോ സ്ഥലങ്ങളും കാണാൻ എന്ത് ചന്തെന്ന് നീ എണ്ണി പറഞ്ഞിരുന്നല്ലോ. ആ, ഇപ്പോ രാമന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? ഏയ് അതൊന്നുമില്ല. എന്താടി? ഒന്നുമില്ലടി, സമയം വെറുതെ കളയാതെ നീ വേഗം നടക്ക്. കുറച്ചും കൂടി നന്നാ രാമന്റെ വീടെത്തി. ആടി നടക്കില്ല, ഞാനിനി ഓടും. രാമനെ കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. പറഞ്ഞു നോക്കുമ്പോ ഇതാണ് അയാൾ പറഞ്ഞു തന്ന വീട്. ആരെടി? ആ ഹോട്ടൽ താള് ഈ വീട്ടിലേക്കുള്ള മേൽവിലാസം തന്നിരിക്കണേ. അപ്പൊ ഇത് തന്നെയായിരിക്കും രാമന്റെ വീട്. ആ, ഇതാണോ രാമന്റെ വീട്? ആടി ഇത് തന്നെയാ. പക്ഷേ ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ. നമുക്ക് വിളിച്ചു നോക്കാം. ആടി വിളിച്ചു നോക്കാം. ഇവിടെ ആരും ഇല്ലേ? ആ, ഇവിടെ ആളുണ്ടല്ലോ. ആരാ? എന്ത് വേണം? ഇത് രാമന്റെ ആരായിരിക്കും? നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, ഞങ്ങള് കൊറേ ദൂരെന്ന് വരിക. രാമനുണ്ടോ ഇവിടെ? രാമനെ തേടി വന്നവരാണോ? അതെ. നിങ്ങൾ രാമന്റെ ആരാ?